ബൈക്ക് ടാക്സികൾക്കെതിരെ എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ CITയുടെ നേതൃത്വത്തിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം നടന്ന പ്രതിഷേധ യോഗം ജനറൽ സെക്രട്ടറി VA സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസും ലൈസൻസും പെർമിറ്റും ഇല്ലാതെയാണ് ബൈക്ക് ടാക്സികൾ നഗരത്തിൽ സർവീസ് നടത്തുന്നത്. അനധികൃതമായി കൊച്ചി നഗരത്തിൽ സർവീസ് ആരംഭിച്ച യൂബർ റാപ്പിഡോ 2-വീലർ ടാക്സി സർവീസ് നിയമവിരുദ്ധമായതിനാൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ CITU ജനറൽ സെക്രട്ടറി VA സക്കീർ ഹുസൈൻ ആവശ്യപ്പെട്ടു. നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ആളുകളുടെ യാത്രയ്ക്ക് പല രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ബൈക്ക് ടാക്സി എന്ന് പറയുന്നത് രാജ്യത്തെ വലിയ നഗരങ്ങളിലെല്ലാം ഉള്ളൊരു സങ്കല്പമാണ്. പക്ഷേ അതിന് കൃത്യമായ നിയമനിർമ്മാണം ഉണ്ടാകണം. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഈ പദ്ധതിയിൽ ഊബർ അതുപോലെ തന്നെ റാപ്പിഡോ തുടങ്ങിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ആളുകൾ ഈ ബൈക്ക് ടാക്സി ബുക്ക് ചെയ്യുന്നത്. എന്നാൽ അത് നടത്തുന്നതിന് നിയമപരമായ പെർമിഷൻ വേണം. ഒന്ന്, നമ്മുടെ നാട്ടിൽ ടാക്സി എന്ന് പറയുന്നത് മഞ്ഞ ബോർഡ് വെച്ച് ടാക്സി പെർമിറ്റ് എടുത്ത വാഹനങ്ങൾക്ക് മാത്രമേ സർവീസ് നടത്താൻ പാടുള്ളൂ. സ്വകാര്യ വാഹനത്തിൽ ടാക്സി പെർമിറ്റ് ഇല്ലാതെ ആളുകളെ കയറ്റി യാത്ര കൊണ്ടുപോകാൻ പാടില്ല. എന്നാൽ ഇപ്പോൾ ഈ റാപ്പിഡോയും അതുപോലെ തന്നെ ഊബറുമായി കണക്ട് ചെയ്തിട്ടുള്ള 2-വീലറുകൾ, ബൈക്കുകൾ, അവർ ഒന്നും തന്നെ ടാക്സികളല്ല. അപ്പോൾ നിയമവിരുദ്ധമായിട്ടാണ് ഒരു സർവീസ് കൊച്ചി നഗരത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. അത് തെറ്റായൊരു നിലപാടാണ്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ഇന്ന് എറണാകുളത്ത് തൊഴിലാളികൾ തടഞ്ഞ 2-വീലറുകൾ നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രേഷനുള്ള 2-വീലറുകളാണ് വന്നിട്ടുള്ളത്. ആ 2-വീലറുകൾക്കാണെങ്കിൽ ഇൻഷുറൻസ് ഇല്ല, ഫിറ്റ്നസ് ഇല്ല, പൊല്യൂഷൻ ഇല്ല, നിയമപരമായ ഒരു രേഖയുമില്ലാത്ത വണ്ടികൾ ആളുകൾ പോവുകയാണ്. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അപകടമുണ്ടായാൽ ഒരു തരത്തിലുമുള്ള നിയമപരമായ പരിരക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഞങ്ങൾ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിക്കുകയും ഈ പ്രശ്നത്തിൽ പോലീസ് എന്ന നിലയിലും RTO എന്ന നിലയിലും ഇടപെടണം എന്ന ശക്തമായ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായും നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനകത്ത് ജനങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിക്കണം, അതിന് പുതിയ സാധ്യതകൾ വരണം എന്നുള്ളതിനൊന്നും തർക്കമില്ല. പക്ഷേ നിയമം പാലിക്കാതെ നിയമവിരുദ്ധമായി ഇത്തരം സർവീസുകൾ നടത്തുന്നത് അനുവദിക്കാനാവില്ല. അതോടൊപ്പം ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, എറണാകുളം ജില്ലയിൽ മാത്രം 1 ലക്ഷത്തിൽ താഴെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സർവീസ് നടത്തുന്നുണ്ട്. അവർ കൃത്യമായി പെർമിറ്റ് എടുത്ത് ടാക്സ് അടച്ച് നിയമപരമായ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയാണ് ഓടുന്നത്. എന്നാൽ ഇപ്പുറത്ത് ഒരു നിയമവും പാലിക്കാതെ സർവീസ് നടത്തുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ അവസ്ഥയിൽ ഇത്തരമൊരു നിലപാട് തിരുത്താൻ കഴിയുന്ന രൂപത്തിൽ RTOയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും തയ്യാറാകുന്നില്ലെങ്കിൽ ശക്തമായ സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും എന്ന് ഇതിനാൽ അറിയിക്കുകയാണ്. 2-വീലറുകളിൽ ടാക്സി സർവീസ് എന്ന നിലയ്ക്ക് നടത്തുന്ന സന്ദർഭത്തിൽ യാത്രക്കാരെ കയറ്റുമ്പോൾ അവർക്ക് ഹെൽമറ്റ് ധരിക്കണം. നമുക്കറിയാം, 2-വീലർ ഓടിക്കുന്ന ആളും പുറകിലിരിക്കുന്ന ആളും ഹെൽമറ്റ് ധരിക്കണം. യാത്രക്കാരൻ മാറി മാറി വരുമ്പോൾ ഈ ഹെൽമറ്റ് മാറി മാറി കൊടുക്കുകയാണ്. ഒരാൾ ഉപയോഗിച്ച ഹെൽമറ്റ് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലും പരിഗണിക്കാത്തൊരു സ്ഥിതിയിലേക്ക് ഈ സർവീസുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നിയമം ലംഘിക്കുന്നു, നിയമപരമായ ഒരു സാധ്യതയുമില്ല, സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം പരിഗണിക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രത്യാഘാതമാണ് ഉണ്ടാകാൻ പോകുന്നത്. നഗരത്തിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾക്ക് സമീപത്തു നിന്നും അനധികൃതമായി സർവീസ് നടത്തുന്ന 2-വീലർ ടാക്സി ഓട്ടോ തൊഴിലാളികളുടെ ഉപജീവനത്തിന് ഭീഷണിയാകുകയാണ്. ടാക്സ് അടച്ച് പെർമിറ്റ് എടുത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് രാത്രിയും പകലും പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതത്തിന് ഭീഷണിയാകുന്ന വിധമാണ് ഒരു നിയമവും പാലിക്കാതെ 2-വീലർ ടാക്സി സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ഒരു വണ്ടി ഓരോ ഓട്ടോ ഓടണമെങ്കിൽ പെർമിറ്റ് എടുക്കണം. പ്രൈവറ്റ് വണ്ടി നമ്മൾ ടാക്സി വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ നിലവിൽ ഈ ബൈക്ക് വന്നേക്ക പ്രൈവറ്റ് വണ്ടിയാണ്. അത് നമ്മൾ സ്വന്തം ആവശ്യം ഉപയോഗിക്കുന്ന വണ്ടിക്കാണ് ഈ ആളെടുക്കണം മുതലല്ല. അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പാടാത്ത കാര്യമാണ്. കാരണം നമ്മൾ ഓരോ കൊല്ലം ടെസ്റ്റ് നടത്തണം, ഇൻഷുറൻസ്, പെർമിറ്റ്, ക്ഷേമത്തിൽ 2 ക്ഷേമത്തിൽ നമ്മൾ എടുക്കണം. ഓണറിൻ്റെ പേരിൽ ഓർമ്മ എടുക്കണം, വണ്ടി ഓർണറിൻ്റെ പേരിൽ ഓടണം. ഇതൊന്നുമില്ല, നമ്മൾ ആരും ഓടിക്കാറില്ല. പിന്നെ ഈ ബൈക്കുകൾ, ഈ പ്രൈവറ്റ് വണ്ടിക്ക് എങ്ങനെ ഓടാൻ അധികാരം കൊടുത്ത്, ആരും കൊടുത്ത്? ഒരാഴ്ചയായിട്ട് എറണാകുളം സൗത്ത് നോർത്ത് ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് യൂബറിൻ്റെയും റാപ്പിഡോയുടെയും മോട്ടോർ
ബൈക്ക് ടാക്സികൾ സർവീസ് നടത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം RTO ആയിട്ടും പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയുള്ള സർവീസ് നടത്തുന്നതിന് വേണ്ടി, ബൈക്ക് ടാക്സി സർവീസ് നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പെർമിറ്റ് ഇല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എറണാകുളം സൗത്തിനെ സംബന്ധിച്ച് ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉപജീവനം കഴിക്കുന്ന ഒരു മേഖലയാണ് ഓട്ടോറിക്ഷ രംഗം. രാത്രി 10 മണിക്ക് ശേഷം ലൈസൻസ് ഇല്ലാത്ത, പെർമിറ്റ് ഇല്ലാത്ത, യാതൊരു ക്രമീകൃതമായിട്ടുള്ള ഒരു ഉത്തരവുമില്ലാത്ത ബൈക്ക് ടാക്സികൾ ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് വന്ന് നൂറുകണക്കിന് ട്രിപ്പുകൾ എടുത്തുകൊണ്ട് പോകുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യം. സർവീസ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് പോലും അല്ലാത്ത സ്വകാര്യ വാഹനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്ക് വന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കർണാടക വണ്ടി വന്നു, ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വന്നു. ഈ വണ്ടിയൊക്കെ ഞങ്ങൾക്ക് ആക്കിയിട്ടേക്കണ കണ്ട് നിർത്താതെ പോയി കളഞ്ഞ്. ഒരു വണ്ടി നിർത്തിയതിൻ്റെ നമ്പറാണ് ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടിയാണ്, GJ 06KF 7729. ഇത് ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഈ ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടി വരെ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. സ്വന്തം എന്തിലാണെങ്കിൽ പോലും നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് സ്വകാര്യ വാഹനങ്ങൾ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്നലെ രാത്രി 9 മണി തൊട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കണം, രാത്രി നൈറ്റ്. ഈ റാപ്പിഡോ ബൈക്ക് 9 കൂടുതൽ വണ്ടി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടും അതിനിടയിൽ നടപടികളോ ഒന്നും എടുത്തിട്ടില്ല. അത് ഇൻഷുറൻസ് ഇല്ലാത്ത 4 വണ്ടിയോളം ഉണ്ടായിരുന്നു. ഈ മാധ്യമ പ്രവർത്തകൻ ഒരു ചേട്ടനുണ്ടായിരുന്നു, ആ പുള്ളി വിളിച്ചു വരുത്തിയപ്പോൾ വന്നത് വേറെ വണ്ടി, ബുക്ക് ചെയ്തത് വേറെ വണ്ടി. ഇപ്പോൾ നിയമപരമായിട്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ തന്നെ എറണാകുളം ജില്ലയിൽ RTO ആയിട്ട് ബന്ധപ്പെട്ട് പരിശോധന നോക്കുമ്പോൾ RTOക്കും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നിർദ്ദേശവും വന്നിട്ടില്ല. ഇവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ, ഇവർക്ക് ഈ സർവീസ് നടത്താനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതുമില്ല. അപ്പോൾ ഈ നിലയിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇന്ന് ഈ 2 വീലർ ടാക്സി രംഗത്ത് വന്നത്. സ്വകാര്യ വാഹനങ്ങൾ ടാക്സി സർവീസ് നടത്താൻ പാടില്ല എന്ന മോട്ടോർ വാഹന നിയമം നിലനിൽക്കെ സ്വകാര്യ വ്യക്തികളുടെ പേരിലുള്ള 2 വീലറാണ് ടാക്സിയായി ഓടുന്നത്. 2 വീലർ ടാക്സിയിൽ കയറുന്ന യാത്രക്കാരൻ ഹെൽമറ്റ് മാറി മാറി ഉപയോഗിക്കുക വഴി സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ട്. ഈ സ്ഥിതി തുടർന്നാൽ 2 വീലർ സർവീസിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു.